ജനുവരി 16 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ഹൊണോരാത്തൂസ്, വിശുദ്ധ ജോസഫ് വാസ്, വിശുദ്ധ അർക്കുസ്യൂസ്, വിശുദ്ധ ദുഞ്ചൈഡ് ഒബ്രദായിൽ, വിശുദ്ധ പീറ്റർ, വിശുദ്ധ ബെരാർദൂസ്, വിശുദ്ധ ഓട്ടോ, വിശുദ്ധ അദ്യൂത്തൂസ്, വിശുദ്ധ ഫുൾജൻസിയൂസ്, വിശുദ്ധ ഫുർസി, വിശുദ്ധ ഹെൻറി. വിശുദ്ധ ജോസഫ് വാസ് 1651-1711 കാലഘട്ടത്തിലാണ് വിശുദ്ധ ജോസഫ് വാസ് ജീവിച്ചിരുന്നത്. ഗോവയിലെ സാൽസെറ്റ് ദ്വീപിൽപ്പെട്ട സാൻഗോളയിൽ ക്രിസ്റ്റഫർ വാസ് മരിയ മിറാൻഡ ദമ്പതികളുടെ 8ാമത്തെ സന്താനമായി 1651 ഏപ്രിൽ 21 ജോസഫ് വാസ് ജനിച്ചു. ഉന്നത ബ്രാഹ്മണ ജാതിയിൽപ്പെട്ട അവർ ഉത്തമ കത്തോലിക്കരായിരുന്നു. ഗോവയിലെ സെയിൻറ്റ് പോൾ കോളേജിൽ പഠനം പൂർത്തിയാക്കിയ ശേഷം സെയിൻറ്റ് തോമസ് അക്യൂനാസ് സെമിനാരിയിൽ വാസ് പ്രവേശിച്ചു. 1676 25ാമത്തെ വയസ്സിൽ പൗരോഹിത്യ പട്ടം സ്വീകരിച്ചു. ഡച്ചുകാരായ കാൽവിൻ പ്രൊട്ടസ്റ്റന്റുകാർ മംഗലാപുരം, ബാർസലോർ, ഹോറോൺ എന്നിവിടങ്ങളിലെ കോട്ടകൊത്തളങ്ങൾ പിടിച്ചെടുത്തത് കാരണം ഫ്രാൻസിസ്കൻ വൈദികരും ഈശോസഭ വൈദികരും അവിടം വിട്ടുപോയി. ഡച്ചുകാർ ഇടയനില്ലാത്ത കത്തോലിക്കരിൽ നിന്ന് വിശ്വാസം നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അധികാരികൾ ഫാദർ വാസിനെ കാനറ ദേശത്ത് തിരസ്കൃതരായ കത്തോലിക്കരുടെ ഇടയനായി നിയമിച്ചു. അവിടെ 1681 മാർച്ചിൽ ഫൊറോന വികാരിയെ ചാർജ് എടുത്തു. അക്കാലത്ത് ഗോവ അതിരൂപതയും മംഗലാപുരം വികാരി അപ്പസ്തോലിക്കയും തമ്മിൽ ഭരണപരമായ തർക്കമുണ്ടായിരുന്നു. ഇരു കൂട്ടരെയും പിണക്കാതെ 3 വർഷക്കാലം സേവനം ചെയ്ത ശേഷം അദ്ദേഹം ഗോവയിലേക്ക് മടങ്ങി. ശ്രീലങ്കയിൽ അധികാരം പിടിച്ചെടുത്ത ഡച്ചുകാർ അവരുടെ അധികാരത്തിൽപ്പെട്ട പ്രദേശങ്ങളിൽ നിന്ന് കത്തോലിക്കരെ മാറ്റുക എന്ന ഉദ്ദേശത്തോടെ നീങ്ങി. അവർ നവക്രൈസ്തവരുടെ നേരെ പീഡനം അഴിച്ചുവിട്ടു. കത്തോലിക്ക പുരോഹിതർ ദ്വീപിൽ പ്രവേശിക്കുന്നത് തടഞ്ഞു. കത്തോലിക്ക പള്ളികളും പള്ളിക്കൂടങ്ങളും പിടിച്ചെടുത്തു. കാൻഡി പ്രദേശത്തെ അനേകം കത്തോലിക്കർ ബുദ്ധമത അനുയായികളായി. 1682 ഫാദർ പാസ്കൻ ഡാക്കോസ്ത ജെറമിയ സ്ഥാപിച്ച ഒരു ദേശീയ സംഘടനയിൽ ഫാദർ വാസ് അംഗമായി. ഗോവ പ്രവിശ്യ വിട്ട് പ്രേക്ഷിത പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവർക്കുള്ള സംഘടനയായിരുന്നു അത്. ഫാദർ വാസ് വൈകാതെ അതിൻ്റെ സുപ്പീരിയറായി. ഫിലിപ്പ് നേരി ഓറട്ടറി എന്ന പേര് അതിന് കൊടുത്തു. ഓറട്ടറിക്ക് കർമ്മനിഷ്ഠരായ ധാരാളം മിഷണറിമാരെ ലഭിച്ചു. സിലോണിനെ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി പിടിച്ചെടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. സൂട്ട് കേസിൽ തിരുവസ്ത്രങ്ങളും ദിവ്യബലിക്ക് ആവശ്യമായ സാധനങ്ങളും കരുതി അടിമവേഷത്തിൽ ഒരു ഡച്ച് കപ്പലിൽ കയറി 1687 ജാഫ്നയിലെത്തി. താനൊരു കത്തോലിക്ക പുരോഹിതനാണെന്ന് ഡച്ചുകാരെ അറിയിക്കാതെ, എന്നാൽ കത്തോലിക്കർ അറിഞ്ഞുകൊണ്ട് മതത്യാഗികളായ അനേകരെ വിശ്വാസത്തിലേക്ക് അദ്ദേഹം തിരിച്ചു കൊണ്ടുവന്നു. 1690 കാൻഡിയിലെ കുട്ടാളത്ത് വന്നു. അവിടെ ഈശോ സഭക്കാരുടെ പള്ളി ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന കത്തോലിക്കരുടെ ഇടയിൽ പ്രവർത്തിക്കുകയും പള്ളികൾ പണിയുകയും ചെയ്തു. കാൻഡിയിൽ വെച്ച് അദ്ദേഹത്തെ ചാരനാണെന്ന് സംശയിച്ച് 4 വർഷം തടങ്കിലിട്ടു. അദ്ദേഹം ചാരനല്ലെന്ന ബോധ്യം വന്ന രാജാവ് അദ്ദേഹത്തെ മോചിപ്പിച്ചു. അക്കാലത്ത് രാജ്യത്ത് വലിയ വരൾച്ചയുണ്ടായി. നഗരത്തിലെ ഒരു പൊതുമൈതാനത്തിൽ അൾത്താര വെച്ച് കുരിശ് സ്ഥാപിച്ച് അദ്ദേഹം ദിവ്യബലി അർപ്പിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ മഴ പെയ്തു. സന്തോഷപ്രദനായ രാജാവ് അദ്ദേഹത്തിന് രാജ്യത്തെല്ലായിടവും സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചു. ഫാദർ ജോസഫ് വാസ് വേഷപ്രച്ഛന്നനായി ശ്രീലങ്കയിലെ ചിന്നിച്ചിതറിയ കത്തോലിക്കരെ സന്ദർശിച്ചു കൊണ്ടിരുന്നു. ഇങ്ങനെ ഒരാൾ അതിർത്തികളിൽ ചുറ്റി സഞ്ചരിച്ച് വിശ്വാസം പുനർജീവിപ്പിക്കുന്നത് ഡച്ചുകാർ മനസ്സിലാക്കി. ഫാദർ വാസിനെ ബന്ധിക്കാൻ അവർ ചെയ്ത ശ്രമങ്ങൾ പരാജയപ്പെട്ടു. വിശപ്പും ദാഹവും അപമാനവും കൂടാതെ വനത്തിലൂടെ ഒളിച്ചു നടക്കുമ്പോൾ വന്യമൃഗങ്ങളുടെ ആക്രമണ സാധ്യതകളും അദ്ദേഹം അനുഭവിച്ചു. ഒരു മതത്യാഗി അദ്ദേഹത്തെ ഒറ്റുകൊടുക്കാൻ ശ്രമിച്ചു. ദൈവത്തിന്റെ പ്രത്യേക സംരക്ഷണയാൽ പ്രച്ഛന്ന വേഷധാരിയായി അവിടെ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു. ഡച്ചുകാരുടെ അതിർത്തിക്കുള്ളിൽ വസിച്ചിരുന്ന കത്തോലിക്കർ വളരെ പീഡകൾ സഹിച്ചുകൊണ്ട് രഹസ്യമായി വിശ്വാസ ജീവിതം നയിച്ചു. 1704 ഫാദർ വാസ് എഴുതിയ കത്തിൽ നിന്ന് കത്തോലിക്കർക്ക് കാൻഡിയിലും കുട്ടാളമിലും മന്തോട്ടായിലും ഓരോ പള്ളി വീതവും 50-ൽ കൂടുതൽ കപ്പേളകളും ഉണ്ടായിരുന്നു. ക്രൈസ്തവർ രാത്രിയിൽ ഒന്നിച്ചു കൂടുക പതിവായിരുന്നു. ജപമാലയുടെ 3-ാം ഭാഗവും ലുത്തിനിയയും പരിശുദ്ധരാജ്ഞി ജപവും മറ്റു പ്രാർത്ഥനകളും ചൊല്ലിയതിനു ശേഷം വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. ഫാദർ വാസ് കാൻഡി രാജാക്കന്മാരുടെ സന്മനം സമ്പാദിച്ചു. ഗോവയിലെ ഓറട്ടോറിയൻ സഭയിൽ നിന്ന് കൂടുതൽ വൈദികർ വന്നെത്തി. 1710 ആരംഭത്തിൽ ഫാദർ വാസ് കൊട്ടിയാറിലായിരുന്നു. അവിടെ വെച്ച് അദ്ദേഹത്തിന് ഗുരുതരമായ രോഗം ബാധിച്ചു. അദ്ദേഹത്തെ കാൻഡിയിലേക്ക് കൊണ്ടുപോയി. അന്ത്യസമയം അടുത്തപ്പോൾ തന്നെ തറയിൽ കിടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. 1711 ജനുവരി 16 ഫാദർ ജോസഫ് വാസ് ദിവംഗതനായി. 1995 ജനുവരി 21 കൊളംബോയിൽ വെച്ച് ജോൺ പോൾ 2 മാർപ്പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചു.
2015 ജനുവരി 14 ഫ്രാൻസിസ് മാർപ്പാപ്പ ശ്രീലങ്കയിലെ അപ്പസ്തോലനായ ജോസഫ് വാസിനെ കൊളംബോയിൽ വെച്ച് വിശുദ്ധനായി പ്രഖ്യാപിച്ചു. വിശുദ്ധനായ ജോസഫ് വാസെ ഈ ലോകത്ത് അടിമവേലയും ബാലവേലയും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും പിതാവായ ദൈവത്തോട് നിരന്തരം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.